ഇന്നത്തെ വീഡിയോ ഐക്കയിൽ ഇഫ്താർ കഴിക്കാൻ പോയ സമയത്തുണ്ടായൊരു വീഡിയോ ആയിരുന്നു. അപ്പം അതിൽ ഞാൻ ഒരു ഡിഷ് റാക്ക് വാങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് റംലാൻ്റെ ടൈമിലെടുത്ത വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇഫ്താർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോർമലി എനിക്ക് ഐക്കേൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഇഫ്താറിൻ്റെ ഫുഡ് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. അപ്പം ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വന്നത് ഈ ഡിഷ് റാക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഡിഷ് റാക്ക് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതറിയുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നാട്ടിലത്തെ വീട്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽ 2 മെഷർമെൻറ്റിൽ അവൈലബിൾ ഉണ്ട്. അതായത് 60 സെൻറ്റിമീറ്ററിലും ഉണ്ട്, 80 സെൻറ്റിമീറ്ററിലും ഉണ്ട്. അപ്പം ഇത് കുറച്ച് ഹാൻഡ് റെയിൽ വലുതെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ 2 കളേഴ്സിൽ അവൈലബിൾ ഉണ്ട്. അപ്പം നിങ്ങളെ ആവശ്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം ഹാൻഡ് റെയിൽ പിക്ക് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമുക്ക് ടിഷ്യൂ ഹോൾഡേഴ്സ് വെക്കാം, പിന്നെ അതേപോലെ സ്പൂണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വെക്കാം, പിന്നെ ഹുക്ക് കയറ്റാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങേണ്ടത്. അല്ലാതെ ഇത് ഡിഷ് റാക്കിൻ്റെ കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാവില്ല. നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് ഇത് വാങ്ങേണ്ടത്. ഈ ടിഷ്യൂ ഹോൾഡർ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയാണ്. ഇത് ഐക്കേൻ്റെ അല്ല, പക്ഷേ ഐക്കേയിൽ ഇതിൻ്റെ സിമിലർ മോഡലൊക്കെ അവൈലബിൾ ആണ്. ഈ ഡിഷ് റാക്കിൻ്റെ കൂടെ വെക്കാൻ പറ്റിയ ടിഷ്യൂ ഹോൾഡറും ഐക്കേൽ അവൈലബിൾ ആട്ടോ. അപ്പം ഇതിൻ്റെ പേര് ഇതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 4-5 പ്ലേറ്റ്, കപ്പ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെയിൽ എടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ എടുത്തത് 60 സെൻറ്റിമീറ്ററിൻ്റാണ്. 80 സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കാര്യങ്ങൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ നാട്ടിലുള്ളവർക്ക് ഐക്കേൻ്റെ പ്രോഡക്റ്റൊക്കെ ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അടുത്ത ഡൗട്ട്, ഇത് റെസ്റ്റ് പിടിക്കുമെന്നായിരിക്കും. ഇത് റെസ്റ്റ് പിടിക്കില്ല. ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ട്രേ ഒരു ഫൈബർ മെറ്റീരിയൽ ഉള്ളതാണ്. അപ്പോൾ ഇത് റെസ്റ്റ് പിടിക്കുന്ന കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹോൾഡ് ചെയ്ത് നിൽക്കും. പിന്നെ ഞാൻ വലിയ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ താഴെ അങ്ങനെ വെക്കാൻ അല്ലെങ്കിൽ ഡിഷ് വാഷറിലേക്ക് കയറ്റും. അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ കഴുകിയാൽ ഈ റാക്കിലേക്ക് വെച്ചാൽ നമ്മൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റും ക്ലീനും ആയിട്ടിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക. ഇതിൻ്റെ പേരൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐക്യ ഹൈദരാബാദിലും നാട്ടിലുള്ളവർക്ക് ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ ഐക്യ അവൈലബിൾ ആണ്. പോയി ചെക്ക് ചെയ്യാം.